കഴുതപ്പാൽ പോലെ തന്നെ കഴുത ചാണകത്തിനും ആവശ്യക്കാർ ഏറെയാണ്. ഇത്രയും ഉപകാരിയായ കഴുതയെ പിന്നെ മനുഷ്യൻ നിരന്തരം അപമാനിക്കുന്നത് എന്തുകൊണ്ടാവാം? മണ്ടൻ, മടിയൻ എന്ന പേരുകളൊക്കെ ഇവയ്ക്ക് കിട്ടിയത് ഇവരുടെ പ്രത്യേകമായ അതിജീവന തന്ത്രം മൂലമാണ്. കാരണം എന്തെങ്കിലും അപകടം തോന്നിയാൽ അവ പിന്നെ മുന്നോട്ട് നടക്കില്ല. ചിലപ്പോൾ അപരിചിതരെ കണ്ടാകാം, വെള്ളമോ തീയോ പ്രത്യേക നിറമുള്ള വസ്തുവോ എന്തുമാകാം. എത്ര നിർബന്ധിച്ചാലും ഒരേ നിൽപ്പ് നിന്നുകളയും. വലിയ ചെവിക്കുടകൾ പല ദിശകളിലേക്ക് തിരിച്ച് അപായപ്പെടുത്താൻ ഏതെങ്കിലും ജീവി വരുന്നുണ്ടോ എന്ന് അവ എപ്പോഴും ജാഗ്രതപ്പെട്ട് കഴിയും. അതായത് കഴുതകളെപ്പോലെ കൂറും ബുദ്ധിയുമുള്ള ജീവിയെയാണ് ബുദ്ധിമാനെന്ന് സ്വയം നടിക്കുന്ന മനുഷ്യർ കളിയാക്കാനായി ഉപയോഗിക്കുന്നത്. കഴുത അന്നും ഇന്നും അവഹേളനത്തിന്റെ പ്രതിരൂപമായി നിലകൊള്ളുന്നു. പരിഹാസരൂപേണ ഒരാളെ കഴുത എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, കഴുതയെപ്പോലെ ഉപകാരിയായ ഒരു മൃഗം വേറെയില്ലെന്ന്.